സോ നമ്മുടെ നാട്ടിൽ രണ്ട് നിയമമാണോ? എം വി ഡിൻ്റെ വക 2 വർഷം മുമ്പത്തെ എല്ലാ പെറ്റിയും കൂടി ഒരുമിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 200 പേർക്ക്. കാസർഗോഡ് കുമളിയിലാണ് സംഭവം. ഓക്കെ, കാസർഗോട്ടാണ് സംഭവം. 2 വർഷത്തെ നിയമലംഘനങ്ങൾ. ശരിക്ക് നിയമലംഘനം നടത്തുമ്പോൾ പിഴ അടച്ചു കൊടുക്കണം, പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ ആവണ്ടേ? ഈ നിയമലംഘനം നടത്തുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണം. അല്ലാതെ ഒരാൾക്ക് വേറെ നിയമം, അതേപോലെ കുറച്ച് ഉയർന്ന ആൾക്ക് വേറൊരു നിയമം, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് വേറൊരു നിയമം, പണക്കാർക്ക് വേറൊരു നിയമം എന്ന് പറഞ്ഞ പോലെ ആവരുത് കാര്യങ്ങൾ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2 വർഷം മുമ്പത്തെ നിയമലംഘനങ്ങൾ ഒന്നിച്ച് നോട്ടീസ് അയച്ചു. കാസർഗോഡ് കുമളിയിലാണ് 300 പേർക്ക് കിട്ടും. 300 പേർക്കാണ് നോട്ടീസ്. പിഴത്തുക 1 ലക്ഷം വരെ. പിഴത്തുക 1 ലക്ഷം കേട്ടോ. 1 ലക്ഷം വരെയാണ് പിഴത്തുക അടയ്ക്കേണ്ടത്. സോ ഈ 1 ലക്ഷം പിഴത്തുക എവിടെ കൊണ്ട് അടയ്ക്കും ഇവരൊക്കെ? ഇതൊക്കെ സാധാരണക്കാരെന്ന് ആലോചിക്കണം. നിയമലംഘനം നടത്തിയതാണ്, അതൊക്കെ അപ്പപ്പ കൊടുത്തു വിടേണ്ട സംഭവങ്ങളാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഈ 2 വർഷത്തെ പിഴ ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് അടയ്ക്കാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ ചലാൻ അയക്കണം. 15 ദിവസത്തിനുള്ളിൽ വീട്ടിൽ സാധനം എത്തും. എന്താല്ലേ ഈ ഒരു നോട്ടീസ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇത് നിങ്ങൾ സൂക്ഷിച്ചോ. സോ നിങ്ങൾ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ പണി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വരും. കാരണം ഖജനാവിൽ കാശില്ലാത്തതാണ്. കാശിന് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലോണം ടാക്സും കാര്യങ്ങളായിട്ട് പിഴിയും. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിക്കും പറ. സോ നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഈ ഒരു സൈഡിൽ പ്ലേ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പറ കേട്ടോ, കണ്ടിട്ട് പറ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുകയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു വിജയ വണ്ടി എന്ന് വിജയിപ്പിക്കാവുന്ന യൂത്ത് ബ്രിഗേഡുകളുള്ള വാഹനത്തിലാണ്. നമുക്ക് എന്തായാലും ഈ വാഹനത്തിന്റെ ഡ്രൈവറായുള്ളത് വടകരയുടെ പ്രിയപ്പെട്ട MP ആയ ഷാഫി പറമ്പിലാണ്. ശ്രീ വിഷ്ണുനാഥ് ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, എല്ലാവരും ഉണ്ട്. ആദ്യം നമുക്ക് വണ്ടിയുടെ സാരഥിയിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് ഈ വണ്ടി വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു വിജയ വണ്ടിയായി മാറിയിരിക്കുകയാണ്? ഈ വണ്ടി പണ്ട് വിഷ്ണുവേട്ടൻ കഴിഞ്ഞ ഞങ്ങളുടെ KPCCയുടെ പുതിയ ടീം ചാർജ് എടുത്ത് ഞങ്ങൾ ലീഡർ സ്മൃതി മന്ദിരത്തിൽ തുടങ്ങി പുതുപ്പള്ളി പോയി ആർ ശങ്കർജിയുടെ അവിടെ പോയി അത് കഴിഞ്ഞ് KPCCയിലേക്ക് എത്തിയപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞൊരു വാചകം ഞാനൊന്ന് കടമെടുത്തോട്ടെ. വണ്ടി അന്ന് KPCCയിലേക്കല്ല, ഈ വണ്ടി ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വണ്ടി യാത്ര അവസാനിപ്പിക്കാൻ പോകുന്നത് 2026 രാജ്ഭവനിലേക്കാണ്. ആ രാജ്ഭവനിൽ അന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി കണ്ടല്ലോ. എന്താ അതിൽ പറയാനുള്ളത്? വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ വണ്ടി മോഡിഫൈഡ് ആണ്. ആ വണ്ടീൻ്റെ മുകളിലൊക്കെ എത്ര പേരാണ് കയറി നിൽക്കുന്നത്? സോ ഇപ്പോൾ കുറേ എണ്ണം കമൻറ്റ് ബോക്സിൽ വന്ന് പറയും അത് എലക്ഷൻ്റെ ഭാഗമായിട്ട് അവർ യാത്ര നടത്തുന്നതല്ലേ എന്ന്. എന്ത് എലക്ഷൻ ആയിക്കോട്ടെ, ഇവിടെ സാധാരണക്കാരൻ ഓരോ അത്യാവശ്യത്തിന് വേണ്ടി ഓടുമ്പോൾ അതിനൊക്കെ ഫൈൻ അടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഇതിനും ഫൈൻ അടിച്ച് കൊടുക്കണം. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫൈൻ ഇതിനും അടിച്ചു കൊടുക്കണം. ഇതിന് ചില്ലറ ഫൈനൊന്നും പോരാ. വണ്ടി മോഡിഫൈഡ് ആണ്. അതേപോലെ തന്നെ എത്ര പേര് അതിൻ്റെ മേലെ കയറി നിൽക്കുന്ന, സീറ്റ് ബെൽറ്റ് ഇല്ല, ഒന്നുമില്ല, വണ്ടിക്ക് കവറും ഇല്ല, ഫുൾ മോഡിഫൈഡ് ആണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനൊന്നും ഫൈൻ അടിച്ചു കൊടുക്കുക അവിടെ ഒരു പോലീസുകാരനും ഇല്ല. കാരണം പാർട്ടീൻ്റെ പരിപാടിയല്ലേ, അതിനൊന്നും ഫൈൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് വേറെ സീനുകളാവും. അത് ഞാൻ എന്താന്ന് പറയുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് പുലിവാല് പിടിക്കാൻ താല്പര്യമില്ല. ഒന്നാമത് അതാണ്, വെറുതെയാണ്. നമ്മുടെ നാട്ടിൽ 2 നിയമം എന്നുള്ളത് പറയുന്നത് വെറുതെ ഒന്നല്ല, കാര്യമായിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. വെറുതെ ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ല, കുറച്ച് പൈസ ഉള്ള ആളായിക്കോട്ടെ, വണ്ടി മോഡിഫൈ ചെയ്തിട്ട് പണ്ട് മറ്റേ കേരളത്തിൽ പ്രളയം നടന്ന സമയത്ത് വണ്ടി മോഡിഫൈ ചെയ്ത് അതിന് കുറച്ച് ആ പ്രളയം നടങ്ങി കഴിഞ്ഞപ്പോൾ ഫൈൻ അടിച്ചു കൊടുത്ത ടീംസാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വണ്ടിക്ക് ഫൈൻ അടിച്ച് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അത് പാർട്ടീൻ്റെ വണ്ടിയാണ്, മറ്റു സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. സാധാരണക്കാർ എത്ര മോഡിഫൈ ചെയ്താലും ഈ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങൾ വിറ്റിട്ട് അതിനുള്ള ടാക്സ് അടച്ചിട്ടും കൂടിയല്ലേ ഇവിടെ ആൾക്കാർ വാങ്ങുന്നത്. എന്താല്ലേ നാട്ടിൽ ഓരോരോ നിയമങ്ങൾ നോക്കി നോക്ക്. ശരിക്കും എല്ലാവർക്കും കൂടി ഒരു നിയമം വരേണ്ട അടുത്ത് ഇത് ഒരാൾക്ക് വേറെ നിയമം, മറ്റേ വേറെ നിയമം, ഇതൊക്കെ കണ്ണടച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ 10-25,000 രൂപ പാവം ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഓടി വന്ന് പിടിക്കാൻ അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും.
ഇവിടെ ഒരു നേരം എന്താണ് വണ്ടിയിൽ ഒരു ലൈറ്റ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവൻ്റെ കഥ അവിടെ കഴിഞ്ഞു. എന്താല്ലേ വെറുതെ ഓരോ കാരണങ്ങളുണ്ടാക്കി ഓരോരുത്തർക്ക് ഫൈൻ അങ്ങനെ അടിച്ചു വിടുകയാണ്. നല്ലല്ലേ പൈസ വരുള്ളൂ. ഒരുപാട് പേര് ഇത് അടയ്ക്കാതെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേര് അടയ്ക്കുന്നുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് ഞാൻ കാണിച്ച പോസ്റ്ററിൽ തന്നെ 1,00,000 വരെയൊക്കെയാണ് ഫൈന് വന്നിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് എങ്ങനെ ഇതൊക്കെ താങ്ങാൻ പറ്റും? അവൻ മാസം ഒരു ഇച്ചിരി പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പണിക്ക് പോയി ജീവിക്കുന്നത്. മാസം ഒരു 10,000 15,000 കിട്ടിക്കഴിഞ്ഞാൽ അവന് വീട്ടു ചെലവന്നെ ഉണ്ടാവും ഒരു 10-12,000 രൂപ. 3,000 സേവിങ്സ് വെച്ചാലും ബാക്കി 10-12,000 രൂപ ഉണ്ടാവും. നമ്മൾ നാട്ടിലൊരു കഥകൾ ആലോചിച്ച് നോക്കണേ. ഇതിലേറെ സമയം ബാംഗ്ലൂർ ഇത് ഇത്രയൊന്നും ഇല്ല. ബാംഗ്ലൂർ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിടും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ എന്നുള്ള സംഭവം വീട്ടിൽ തന്നെ എത്തും. ക്യാമറകളുണ്ട്, ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞ ഇതാണ്, ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഇതാക്കരുത് എന്നുള്ള നിയമം വന്നിട്ടുണ്ടായിരുന്നു. സോ പല ഓഫീസർമാരും അത് പാലിക്കുന്നില്ല എന്ന് നമുക്ക് കണ്ടെന്നെ അറിയാൻ പറ്റും. കാരണം എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് തന്നെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നിയമം വന്നതിന് ശേഷം എനിക്ക് തന്നെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സോ എന്തിനാണ് വെറുതെ? പക്ഷെ ചെല്ലാനൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഫോട്ടോ എടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വന്നില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല സാധനം. സോ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. 500 രൂപ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്താല്ലേ നമ്മുടെ നാട്ടിലെ 2 നിയമങ്ങളെ അവസ്ഥയാണത്. എന്തിനാണ് ഇങ്ങനെ വെറുതെ ആൾക്കാരുടെ വായിലിരിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് 2 നിയമം എന്ന് പറഞ്ഞാൽ പോലീസുകാരുള്ള വിലയും കൂടി കളയാൻ നിൽക്കണേ. സോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് രാഷ്ട്രീയക്കാരനായാലും പൈസക്കാരനായാലും സാധാരണക്കാരായാലും അതിലും സാധാരണക്കാരായാലും എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ? ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട് റെഡി ആവുമൊന്നുമില്ല. കൂടുതലൊന്നും പറയാനുമില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കേസാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഇങ്ങനെ പോവന്നെ. അതിപ്പോൾ ഞാൻ നടക്കുള്ളൂ. ഇല്ലേ പിന്നെ നമ്മൾ വല്ല മുഖ്യമന്ത്രി ആവണം, എന്നാലേ കാര്യങ്ങൾ വല്ല നടക്കുള്ളൂ. എന്നാലും നടക്കും തോന്നുന്നില്ല. ശരി എന്നാൽ ബൈ.